ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് ഒരു 2-2.5 കിലോ കോഴിയൊക്കെ മേടിച്ചിട്ട് വന്നേക്കണം. നമുക്ക് ചിക്കൻ കൊണ്ട് കറുമുറ ഉണ്ടാക്കാം കേട്ടോ. കറുമുറ ഉണ്ടാക്കി നമുക്ക് തിന്നാം. നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ആവശ്യത്തിന് എടുക്കണ്, മുഴുവൻ എടുക്കണില്ല കേട്ടോ. നമ്മൾ കുറച്ച് പീസ്, കുറച്ച് നാളെ ഞങ്ങൾ കറി വയ്ക്കും. നല്ല പീസൊക്കെ ഇത് കാൽക്കുറു നല്ല പീസ് കുറച്ച് ഞങ്ങൾ എടുക്കുന്നതാണ്. നമുക്ക് ഇത്ര മതി വറുക്കാനായിട്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല കുറച്ച് മതി, ഇച്ചിരി വെളിച്ചെണ്ണ. നമ്മുടെ വീട്ടിലൊരു ചെറുനാരങ്ങ ഉണ്ട്, അത് പൊട്ടിച്ച് നമുക്ക് അതിന് ചൊട്ടിക്ക് പകരം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. നമ്മുടെ നാരങ്ങ കേട്ടോ, കണ്ടോ? എല്ലാവരും കണ്ടോ? ഒറിജിനൽ. ഇനി ഇത് ഇനിയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്, ഇത് ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞ് നാരങ്ങയാണ്. നമ്മളിത് നാരങ്ങയാണ് കേട്ടോ. അത് നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇറച്ചിയിടണ ശരിയായിട്ടുണ്ട്. ഇനിയൊരു പിടിക്കണം, ഉപ്പൊക്കെ പിടിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ല, കറുമുറ തിന്നാൻ പറ്റില്ല. ഇനി അതിനായിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ റെഡിയാക്കാം. കടലമാവുണ്ട് നമ്മളെടുത്താണ്, അതായത് അലർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മേടിക്കുള്ളൂ. മഴക്കാലമായ കാരണം പൂത്തു പോവും, അതാണ് ഞങ്ങൾ കുറച്ച് കടലമാവ് വീതം മേടിക്കുള്ളൂ. നമ്മളിങ്ങനെ ഇതിലേക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇടാണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. കുറേ വെള്ളം വേണ്ട, കാരണം നല്ല ടൈറ്റിലിരിക്കണം, ഒന്നെങ്കിലത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാവിനകത്ത് മുക്കി കഴിഞ്ഞിട്ട് മുട്ടയിൽ മുക്കി ചെയ്യും, നല്ല സ്വാദുണ്ടാവും. അപ്പം നമ്മളിത് മുട്ട നന്നായിട്ട് പൊടിച്ചുണ്ട്. എല്ലാം ശരിയായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കേട്ടോ. മുന്നേ ഫസ്റ്റ് കാൽക്കൂറാണ് ഇടാൻ പോകുന്നത്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി ഒരു നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അധികം മസാലയും അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് അധികം ചേർക്കില്ല. ഇതൊക്കെ മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കടലമാവ് കീപ്പിടില്ല, അതൊരു ഫസ്റ്റ് മുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് മുക്കിയിട്ട് വേണം ഇടുന്നത്. അല്ല എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കോഴിക്ക് വെച്ചോണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു വികൃതിയിൽ കളിക്കാം.
നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പ്രത്യേകം സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ കാട്ടുന്നത് കടമാവാണെങ്കിൽ അനക്കം തട്ടാണ്ട് കണ്ട അളർന്നൊന്നും പോവില്ല. അലർന്നില്ല. അത് നമ്മളിത് ഇളക്കിയിടണ്, മറിച്ചിടണ് കേട്ടോ. ഇത് രണ്ട് മാവിനകത്ത് മുക്കിയാനാണ് ഇത്രയും ഇതായിട്ട് ഇരിക്കണേ. അല്ലെങ്കിൽ പണ്ടേ വെന്ത് കിട്ടിയാണ്. പക്ഷെ ഉള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. നല്ലൊരു വെറൈറ്റി സംഭവമാണത്. കേട്ടോ കണ്ട ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ആ നാരങ്ങയൊക്കെ ആണ്ട് ഇട്ട് വരുമ്പോൾ നല്ല നാരങ്ങയുടെ നീരൊക്കെ ഒഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. മണം തന്നെയുണ്ട്, നല്ല മണം. ഇപ്പം നമ്മൾ ആ മുട്ടയും കൂടി ഒഴിച്ച കാരണമാണ് ഇത് ഇത്രയും ഭംഗിയിൽ കിട്ടിയത്. പിന്നെ കടലമാവ് അലർന്ന് പോയില്ല, അല്ലെങ്കിൽ അലർന്ന് പോവും മൈദയാണെങ്കിൽ. എന്താ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതൊക്കെ തിന്നാൽ നല്ല കൊതി വരും. എന്താ നമ്മുടെ കാൽക്കുറു കഴിഞ്ഞു. ഇതെല്ലാവരും നോക്കുക. ഭയങ്കര ചൂടപ്പം അങ്ങനെ തിന്നാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. നല്ല കണ്ട സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കറുമുറ എന്നെ പറഞ്ഞേ, കറുമുറയും ചിക്കൻ ബജിയൊക്കെ ഒന്ന് തന്നെയാണ്. കണ്ടോ ചൂടായാലും ഒരു ഭയമുണ്ട്. പിന്നെ ചുണ്ടൊക്കെ പൊള്ളും ചിലപ്പോൾ. എന്താ കാൽക്കുറൊക്കെ ഇങ്ങനെ കടിച്ച്. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കടലമാവ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അലർന്ന് പോവാണ്ട് നമുക്കിങ്ങനെ സ്റ്റൈലായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ മുട്ട അതിനകത്ത് മുക്കിയിട്ട് നമ്മളിടാം. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പീസ് അങ്ങനെ തന്നെയായിട്ട് കിട്ടും. കണ്ടോ അതൊക്കെ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിടുമ്പോൾ കണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും വെറൈറ്റി വീഡിയോകളായിട്ട് വരും. എല്ലാവരും കാണണം കേട്ടോ. ഓക്കേ.